ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വാ ഇങ്ങോട്ട് വാ. ചോദ്യവും പറച്ചിലൊന്നുമില്ല, വേഗം ഇറങ്ങാൻ നോക്ക്. ഞാനിവിടെ നിൽക്കാനായിട്ടാ വന്നത്. നിക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ എനിക്കൊരു കാര്യം അറിയണം. അത് നസീർക്കായ്ക്ക് എന്താ സംഭവിച്ചത്? ചെറുപ്പത്തിലേ നിന്റെ ബർത്ത്ഡേക്ക് നിന്നെ അമ്പലത്തിൽ കൊണ്ടുപോകുന്ന ആ നല്ല ഓർമ്മകൾ ഓർത്തുകൊണ്ട് അച്ഛന്റെ സ്നേഹത്തോടെയുള്ള പിറന്നാൾ ആശംസകൾ. എന്റെ മോന് എല്ലാവിധ ആയുരാരോഗ്യ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. അച്ഛന്തേലും വരണം, അനുഗ്രഹിക്കണം. അനുഗ്രഹം എപ്പോഴും നിനക്കുണ്ടാവും. നേരിട്ട് പറയാൻ എനിക്ക് വരണമെന്നൊക്കെയുണ്ട്. എന്റെ മരുമകളെ ക്ഷണിച്ചിട്ടുണ്ടല്ലോ. അവൾ തരുന്ന നല്ല ഭക്ഷണം കഴിക്കാനുള്ള നല്ലൊരു ചാൻസ് ആയത്. അത് ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല. എന്റെ മരുമോക്കെ നല്ല കൈപ്പുണ്യ. എടാ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ നിന്നെ വിളിച്ചോളാം. ആ എന്തു പറ്റി? കണ്ണു നിറഞ്ഞല്ലോ. അല്ല, പെട്ടെന്ന് ഈ ചെറുപ്പത്തിലേ എന്നെ കൊണ്ട് അമ്പലത്തിൽ പോയിരുന്നൊക്കെ അച്ഛൻ്റെ ഓർമ്മയിലുണ്ട്. അച്ഛൻ്റെ മറവി രോഗമൊന്നും അതിനെ ബാധിച്ചിട്ടില്ലല്ലോ. അതാലോചിച്ചപ്പോ പെട്ടെന്നെന്തോ. അതേ, ഇന്നുണ്ടല്ലോ ബർത്ത്ഡേക്കാരനെ സന്തോഷിക്കേണ്ട ദിവസം. സങ്കടപ്പെടാൻ പാടില്ല. ദേ ചിരിച്ചേ. ആ പിന്നെ ഇന്ന് നിനക്കെന്തോ വ്യാപാരമേള വിളിച്ചു പറഞ്ഞിരുന്നു എത്രയും പെട്ടെന്ന് കളക്ടർ ഓർമ്മിപ്പിക്കണമെന്ന്. അത് വൈകിട്ടല്ലേ, നമുക്കൊരു 4 മണിയാകുമ്പോ പോവാം. അതുവരെ നമുക്കിവിടെ പിറന്നാൾ സമ്മാനായിട്ടൊരു നേരത്തെ ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞല്ലേ. ഇത് എപ്പോഴെപ്പോഴും എന്തിനെങ്ങനെ പറയണേ? എപ്പോഴെപ്പോഴും പറഞ്ഞോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. എന്നാ ഹാപ്പി ബർത്ത്ഡേ. ഞാനുണ്ടല്ലോ 2 ഇങ്ങനെ ഇറുക്കിയിട്ട്. മതി മതി. മോളെ, ഈ ചായ ശങ്കരേട്ടന് കൊടുത്ത്. മോളിപ്പോ ഇവിടെയാണോ? അതെ. ഭർത്താവ് കൂടെ വന്നിട്ടുണ്ടോ? ഞാൻ പണ്ടെങ്കോ കണ്ട ഓർമ്മയേ ഉള്ളൂ. അത് കുറച്ചു ദിവസം ഞങ്ങളുടെ കൂടെ നിർത്താൻ കൊണ്ടുവന്നതാ. എന്നും ഭർത്താവിന്റെ വീട്ടിൽ അവരെ മാത്രം നോക്കി നിന്നാ മതിയോ? കുറച്ചു ദിവസം സ്വന്തം വീട്ടിൽ നിക്കട്ടേനെ. കാര്യം ശരിയാ. വന്നു നിന്ന് 10 ദിവസം കഴിയുമ്പോ പോയില്ലെങ്കിലാണ് നമ്മുടെ ആദ്യ തുടങ്ങുന്നത്. എന്ത് കുഴപ്പമുണ്ടാക്കിയിട്ടാ ഇവരീ വന്ന് നിൽക്കുന്നതെന്ന് നാട്ടുകാര് ചോദിക്കും. ആ ഇത് പിന്നെ വഴക്കും ബഹളം ഇല്ലാത്തവരത്തിനാ ദൈവസഹായം കൊണ്ട് ഇതൊക്കെ കിട്ടിയിരിക്കുന്നത്. നല്ല വിദ്യാഭ്യാസമുള്ള ആളായതുകൊണ്ട് നമ്മളെ കുഴപ്പത്തിലാക്കുന്ന ഒരു സാഹചര്യവും ഇവൾക്ക് അവിടെ ഇല്ല. അത് ഗോപാലേട്ടനും ശാരദാമ്മയും ചെയ്ത നന്മ. എന്താ മോളെ, എന്താ ഇങ്ങനെ ഒരു വരവ്? ചില കാര്യങ്ങളുണ്ടായി. അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അവളെ കണ്ടപ്പോ
രണ്ടുപേരും പരിഭ്രമിച്ച് ഓടിയല്ലോ. എന്തായിരിക്കും കാര്യം? എന്താ നൂറെ, എന്താ നിന്റെ വരവിന്റെ ഉദ്ദേശം? ഇനി എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കാനാണോ? നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ കാരണം ഉറക്കം പോകുന്ന ഞങ്ങൾക്കാ. മാമ നസീർഖാനെ കാണാത്ത ദേഷ്യം മുഴുവൻ എന്നോട് തീർക്കുക. ഇന്നലെ രാത്രിയില് സ്വത്തുക്കൾ മുഴുവൻ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞ് എന്നോട് ബഹളമായിരുന്നു. പിന്നെ മാമിയാണ് എന്നെ രാത്രി സത്യാമ്മയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയത്. പക്ഷേ അനൂപ് പറഞ്ഞു അവിടെ ഞാൻ സേഫ് അല്ല, ശാരദാമ്മയുടെ വീട്ടിൽ പോയി നിൽക്കാൻ. അതാ ഞാൻ ഇങ്ങോട്ട് പോന്നത്. അതൊന്നും ശരിയാവില്ല. അല്ലെങ്കിൽ തന്നെ 100 പ്രശ്നങ്ങളാ ഇവിടെ. എല്ലാം നിങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ചതാ. അതിന്റെ കൂടെ ഈ ഒരു പ്രശ്നം കൂടി ഞങ്ങൾക്ക് താങ്ങാനാവില്ല. അതുകൊണ്ട് തുറന്നു പറയുന്നോണ്ട് മോളൊന്നും വിചാരിക്കരുത്. ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ അവിടെ നിന്ന സത്യാമ്മയ്ക്കും അച്ഛനും മാമ ഒരു സ്വൈര്യവും കൊടുക്കില്ല. നസീറിക്ക് എന്നെ കാണാത്തന്റെ ചുരുക്കം മുഴുവൻ മാമ തീർക്കുകയും ചെയ്യും. പിന്നെ അവരെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. പിന്നെ തൊട്ടടുത്തല്ലേ, അതുകൊണ്ടാ അനൂപ് ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. ശാരദാമ്മേ, ശാരദാമ്മേ, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യണം? മോളെ, നീ ഞങ്ങളുടെ അവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ രണ്ടുപേരുടെ ഈ ബന്ധത്തിന്റെ പേരിൽ ഏറ്റവും അധികം പഴിയേക്കേണ്ടി വരുന്നതും വളരെയധികം പ്രശ്നങ്ങൾ നേരിട്ടതും ഞങ്ങള് രണ്ടുപേരും തന്നെയാ. ഇനി ഇതിന്റെ പേരിൽ വരുന്നതൊക്കെ താങ്ങാനുള്ള ശക്തി ഇല്ലാത്തോണ്ട് പറയാ, ഞങ്ങളെ ഒന്ന് വെറുതെ വിട്. ഇനി ഇതിന്റെ പേരിൽ ബലിയാടാവാൻ ഞങ്ങളില്ല. മോളിപ്പ തന്നെ തിരിച്ചു പോ. ശാരദാമ്മേ, അനൂപ് പറഞ്ഞത്. അനൂപല്ല ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഞങ്ങൾക്ക് ഇപ്പൊ നിന്നെ ഇവിടെ കയറ്റി താമസിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണം. വാ അങ്ങോട്ട് വാ. വാ ഇങ്ങോട്ട് വാ. ചോദ്യവും പറച്ചിലൊന്നുമില്ല. വേഗം ഇറങ്ങാൻ നോക്ക്. ഞാനിവിടെ നിൽക്കാനായിട്ടാ വന്നത്. നിക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ എനിക്കൊരു കാര്യം അറിയണം. അത് നസീർക്കായ്ക്ക് എന്താ സംഭവിച്ചത്? എന്തോ കുഴപ്പമുണ്ടല്ലോ. ഇവിടെ അന്നേ ദിവസം നസീർക്ക വന്നെന്ന് എനിക്കറിയാം. ഞാൻ നസീർക്കനെ കണ്ടതുവാ. പിന്നെ എന്താണ് നസീർക്കയ്ക്ക് സംഭവിച്ചത്? അത് പിന്നെ ഞങ്ങൾക്കാർക്കും അവനെന്താ സംഭവിച്ചെന്ന് അറിയില്ല. നിങ്ങൾ രണ്ടുപേരും പറയുന്നത് പച്ചക്കള്ളാ. നസീർക്കായ്ക്ക് എന്താണ് സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയാം.